നമസ്കാരം. നമ്മുടെ പല വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾക്കും പണം ആവശ്യമാണ്. ഉദാഹരണത്തിന് ഹോമിൻ്റെ റിനോവേഷൻ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി അതിന് ആവശ്യമുള്ള പണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം അതിനു വേണ്ടി പണം, അല്ലെങ്കിൽ ഒരു ഓൺലൈനിലൂടെ ഒരു കോഴ്സ് ചെയ്യണം അതിനൊരു പണം വേണം. അങ്ങനെ എന്ത് ആവശ്യമെടുത്താലും അതിനൊരു പണം ആവശ്യമായിട്ട് വരും. നിലവിലുള്ള ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും ചെയ്ത് കിട്ടുന്ന പൈസ മൊത്തത്തിൽ ചിലവിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി സേവിങ്സിന് ഒരു 5 പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്പെൻസ് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൈമലർത്തുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ ഈ ആവശ്യങ്ങൾ നിറവേറാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി കൂടി നമുക്കുണ്ടാവും. ഇനി ആർക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വേണ്ട. കാരണം ഇന്ത്യയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട്. ഈ ഒരു ബാങ്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 വർഷത്തേക്കുള്ള കമ്പനികളെയാണ് നമ്മൾ കണ്ടത്. ഇത് 6 വർഷത്തേക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. 16% ഇൻട്രസ്റ്റ് റേറ്റ്, കുറച്ച് കൂടുതലാണ്. പക്ഷേ 50 ലക്ഷം രൂപ വരെ കിട്ടും. അപ്പോൾ ഏതാണ് ബാങ്ക്, എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഓൺലൈനിലൂടെയുള്ള ലോൺ എന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതും ഒക്കെയാണ്, കുറച്ച് റിസ്ക് ആണ്. പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ, ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഇത്തരത്തിലുള്ള ലോൺ എടുക്കാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ആരും നമുക്ക് തരാനില്ലെങ്കിൽ അല്ലേ? അപ്പോൾ എന്തായാലും ലോണൊക്കെ എടുത്തിട്ട് തൽക്കാലം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നിറവേറ്റി ഇങ്ങനെ പയ്യെ നമുക്ക് ജീവിച്ചു പോകാം. നമ്മുടെ സർക്കാരും ഇങ്ങനെ തന്നെയൊക്കെ ആണല്ലോ, ലോണൊക്കെ എടുത്തിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ലിങ്കും കൊടുക്കാം. അതിനകത്ത് മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിളിൽ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. ഈ കാണുന്നതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ആവശ്യത്തിനാണ് ലോൺ എടുക്കാൻ പറ്റുക. അപ്പോൾ ലോൺ ഫോർ മെഡിക്കൽ എമർജൻസി, ലോൺ ഫോർ മാരേജ് എക്സ്പെൻസ്, ഹോം റിനോവേഷൻസ്, ഹോം അപ്ലയൻസസ്, അതുപോലെ തന്നെ ട്രാവൽ ലോൺസ്, ഓൺലൈൻ കോഴ്സ് പഠിക്കാനുള്ള ലോൺ, ഇങ്ങനെയുള്ള പല പർപ്പസിനുള്ള കോഴ്സിന് പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നോ പ്രീ ക്ലോഷർ ചാർജസ്, ഫ്ലെക്സിബിൾ ടെനർ, മിനിമം ഡോക്യുമെന്റേഷൻ, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെയാണ് ഇതിന്റെ ലോണിന്റെ പ്രത്യേകത. കൊളാട്രൽ ഫീ ഒന്നും വേണ്ട, ഒന്നും കൊളാട്രൽ ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ ഇൻ 5 സ്റ്റെപ്സ്. ഒന്ന്, സിമ്പിളായിട്ട് ലോണിന്റെ എമൗണ്ട് കാലാവധി ഒന്ന് അടിച്ചു കൊടുക്കുക. പ്രൊവൈഡ് ബേസിക് ആൻഡ് പേഴ്സണൽ വർക്ക് റിലേറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് റിവ്യൂ യുവർ ലോൺ എമൗണ്ട് ആൻഡ് ടെനർ, കൺഫേം യുവർ ലോൺ ആപ്ലിക്കേഷൻ, ഗെറ്റ് ദ ലോൺ ഡിസ്ബേഴ്സ്ഡ്. സിമ്പിൾ ആണ് പരിപാടികൾ. ഈ 50 ലക്ഷം രൂപ എങ്ങനെയാണ് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക്. ഇവിടെ വീണ്ടും അതിന്റെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്, നോ കൊളാട്രൽ റിക്വയർഡ്, മിനിമൽ ഡോക്യുമെന്റേഷൻ, നോ പ്രീ ക്ലോഷർ ചാർജസ്, ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് 12 EMIs. നമുക്കൊരു 1 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുന്നത് വിചാരിക്കാം. 50,000 വേണ്ട, 1 ലക്ഷം രൂപ നമുക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. 1 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണ്. 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്നത് 12.5%. ഇവർ 16% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 16 തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. കുറച്ച് വെക്കേണ്ട, ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം തന്നെ വെച്ചു. 1 ലക്ഷം രൂപ നമ്മൾ എടുക്കുന്നത് മാക്സിമം 72 മാസത്തേക്ക് നമ്മൾ എടുക്കുകയാണ്. നമുക്കൊരു മാസം അടവ് വരുന്നത് 2,169 രൂപയാണ്. ഇൻട്രസ്റ്റ് ടോട്ടൽ പേ ചെയ്യേണ്ട 56,181 ഒരു 50% അടക്കണം. 6 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ആകെ അടക്കേണ്ടത് 1,56,181 സംതിങ് ചാർജസ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമുക്കൊരു 1,70,70,000 രൂപ, ഒരു 70% നമ്മൾ അധികം അടക്കേണ്ടി വരും. പക്ഷേ എത്ര കൊല്ലം കിട്ടി? 6 വർഷം നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാം. ആ ഫണ്ട് എടുത്തിട്ട് പോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കൊല്ലം 27% കിട്ടിയ 2 വർഷം കൊണ്ട് അതിൻ്റെ ഫുള്ളും കടവ് തീർന്നു. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിന് ആരും ഇങ്ങനെ ഒന്നും ചെയ്യരുത്, എന്നിട്ട് ലാസ്റ്റ് ഞാനാണ് കാരണക്കാരെന്ന് പറഞ്ഞിട്ടൊന്ന് അടിപിടി ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ലോൺ സൗകര്യം ഒരുക്കി തരുന്നത് നമുക്ക് ICC ബാങ്കാണ്. ICC ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഏതൊരാൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ. മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ അപ്ലൈ ബട്ടൺ ക്ലിക്ക് അടിച്ചപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വന്നു. ആ പേജിനകത്ത് കാണാൻ പറ്റും ഗെറ്റ് എ പേഴ്സണൽ ലോൺ അപ് ടു 50 lakhs, ഫ്ലെക്സിബിൾ ടെനർ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10.65. അത് 16% എന്ന് ഞാൻ പറഞ്ഞതാണ്. ഗെറ്റ് യുവർ എലിജിബിലിറ്റി ഇൻ ഫ്യൂ ക്ലിക്സ്. സിമ്പിളായിട്ട് എത്ര ലോൺ വേണം, അതുപോലെ തന്നെ എത്ര കാലാവധി വേണം എന്ന 2 ചോദ്യങ്ങളുണ്ട്. അത് ചോദിച്ച് പിന്നെ മുന്നോട്ടേക്ക് പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് ധനകാര്യ സ്ഥാപനം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ RBIയിലെ അപ്രൂവൽ ഉണ്ടോ എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ICC ബാങ്കാണ്, അതുകൊണ്ട് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ബാങ്കാണ് ഈ പറഞ്ഞ ICC. ഇതുപോലെ ഒരുപാട് ബാങ്കുകൾ, നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ലോൺ തരുന്ന മറ്റൊരുപാട് ബാങ്കുകളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാതിരിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.